ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൂരാട ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും നല്ലപോലെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസത്തുള്ള കാര്യങ്ങൾ കുറച്ച് കാണും കേട്ടോ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പതിവ് പോലെ നേരത്തെ എണീറ്റ്, വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ നമുക്ക് വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസം കൂടിയാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് വിളക്ക് വെക്കലെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, അടുക്കളയ്ക്ക് നേരെ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ ഒരു ബൗളിൽ പൂ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെള്ളം മാറ്റി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി വെച്ചു, അതുപോലെ നമ്മൾ ചായ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എങ്ങാനും നമ്മൾ നേരത്തെ പതിവ് പോലെ എണിക്കുമ്പോൾ തന്നെ എണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓണമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറേ തിരക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും നമ്മൾ നേരത്തെ എണീറ്റാൽ മാത്രമേ കറക്റ്റായിട്ടെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ കൂടെ പറ്റുള്ളൂ കേട്ടോ. നല്ല രസമുള്ള റോസാണ് അല്ലേ, അതുപോലെ തന്നെ നല്ല മണമാണ് ഈ റോസിനെ അല്ലേ. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഉമ്മറത്തുള്ള പൂവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ റോസ് പറയുമ്പോൾ പ്രത്യേക ഒരു മണമാണ് അല്ലേ. നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം അല്ലേ. അപ്പോഴേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അവിടെ ഉണ്ടായതൊന്നും അല്ല കേട്ടോ, ഏട്ടൻ വെളിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ പൂ കൊണ്ടുവന്നപ്പോൾ നമ്മൾ അതും തന്നെയാണ് കേട്ടോ ഇവിടെയും വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ പൂവൊക്കെ മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈയോടെ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ ചായയൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ, ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ വേഗം തന്നെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാവരുടെയും ഒന്ന് സാമ്പ്രാണി കാണിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ രാവിലെ നേരത്തെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് തുടയ്ക്കാണ്ടിരിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ ഈ തുടയ്ക്കുന്ന പരിപാടി അങ്ങോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുടച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അക്ഷയ പുറത്ത് പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂരാട ദിവസത്തെ പൂവിട്ടിരിക്കണത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് നോക്കിയതിന് ശേഷം പിന്നെ വേഗം തന്നെ അടുക്കളയ്ക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്താ പറയുക, കൂടാനുള്ള നേരമൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഏട്ടൻ പിന്നെ പുതിയതൊന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അത് മരത്തിൻ്റെയാണ് കേട്ടോ, നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. എന്താ പറയുക, മരത്തിൻ്റെ ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന അവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അത് കാച്ചിയെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഉപ്പേരി കൂടെ റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അശ്വിന് സ്കൂളിൽ പൂവൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അവന് കുറച്ച് പൂ വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളതിന് കുറച്ച് പൂവൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ പൂ മതി എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഈ പൂവൊക്കെ കണ്ടപ്പോൾ അവന് ഈ പൂ കുറച്ച് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരു 2-3 എണ്ണമൊക്കെ എടുത്തിട്ട് ഒരു കവറിലാക്കി വെക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി അതിന് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു. ഇത് നമ്മുടെ അക്ഷയ റെഡിയായതാണ് കേട്ടോ. അവളുടെ സ്കൂളിലും ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പ് കേട്ടോ. ടോപ്പ് പറഞ്ഞാൽ അവർക്ക് സ്കൂളിൽ എടുക്കുമല്ലോ ഡ്രസ് കോഡ്, അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് കോഡാണ് കേട്ടോ. പാവാട ഇതല്ല, പക്ഷേ ബ്ലൗസ് ഈ കളറിൽ ഇതേ മോഡലാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ അവൾ പോകാൻ റെഡിയായി. അപ്പോൾ നമ്മുടെ അശ്വിന് നമ്മുടെ അവിടെ ഉള്ള കുറച്ച് പൂക്കൾ കൂടെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ച് വെച്ച് റെഡിയാക്കിയതിന് ശേഷം അക്ഷയെ കൊണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിനുള്ളിൽ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഓണത്തിന് നമ്മുടെ വീട്ടിൽ സദ്യ അല്ലാണ്ട് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഓണാഘോഷമോ ഓണപരിപാടികളോ ഒന്നും ഉണ്ടാവാറില്ല അല്ലേ. അപ്പം നമുക്ക് വീട്ടിലുണ്ടാകുന്ന ഓണസദ്യ മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഓണം ആയാലും ക്രിസ്മസ് ആയാലും എന്ത് ആഘോഷമാണെങ്കിലും അവർ സ്കൂളിലും ആഘോഷിക്കില്ലേ. അങ്ങനെ അക്ഷയ പോയി അതിന് ശേഷം ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഒരു പരിപാടി ചെയ്ത് വെച്ചു. എന്താ പറഞ്ഞാൽ, എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ ചോറ് വലിയ പാത്രത്തിൽ തന്നെ വെച്ചു കേട്ടോ. 2 നേരത്തിനുള്ള ചോറ് വെച്ചു, രാവിലേക്കും ഉച്ചക്കലേക്കും വേണ്ടിയിട്ട് കേട്ടോ. പിന്നെയാണ് കുട്ടികൾക്ക് ചോറ് വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ശരി പറഞ്ഞ ദോശ ഉണ്ടാക്കി. ഇവർക്ക് ഉച്ചക്ക് സ്കൂളിൽ ഓണസദ്യയുള്ള വിവരം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ
ഞാനത് ഓർമ്മയില്ലാണ്ട് ചോറ് 2 നേരത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ സ്കൂളിലേക്കൊക്കെ പോകാൻ റെഡിയായപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ചോറ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, ശരി എന്നാൽ പിന്നെ ചോറങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും രാവിലെ ദോശ തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പേരിയും പപ്പടവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഏട്ടനും ചോറ് കൊണ്ടുപോയില്ല. അങ്ങനെ വെച്ച ചോറ് ഭയങ്കര ബാക്കിയായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. ശരി ഇനിയിപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് ഞാൻ പിന്നെ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് ധൃതി പിടിച്ച് വാർക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മുടെ അശ്വിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവൻ്റെ സ്കൂളിലും ഓണപ്പരിപാടി, ഓണാഘോഷം, അതുപോലെ ഓണസദ്യ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാം പോയതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ പോയിട്ട് നമുക്ക് ഓണത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അധികം പച്ചക്കറികളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഓണമൊക്കെ ആകുമ്പോൾ എന്താ അറിയോ, നമുക്ക് കുറച്ച് പച്ചക്കറികൾ മതിയാകും. എന്താ പറയുക, നമ്മൾ ഒരുപാട് ഐറ്റംസൊക്കെ വെക്കുമ്പോൾ എല്ലാം കുറേശ്ശെയല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് അധികം വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതെല്ലാം നമ്മളൊന്ന് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഇന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കുക്കിംഗ് പരിപാടിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം തരംതിരിച്ചൊന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അധികം പച്ചക്കറികളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം കുറേശ്ശെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടപ്പായസം വെക്കണം പറഞ്ഞിട്ട് അതിൻ്റെ പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ നമ്മുടെ അടപ്പായസം വെക്കാറുള്ളത്. അതിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടൊന്നുമല്ല വെക്കാറുള്ളത്. അങ്ങനെ പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മുടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അടപ്പായസം ചെയ്യാറുള്ളത്. ക്യാരമൽ ചെയ്തിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ പായസം വെച്ചിട്ടില്ല. പക്ഷേ അതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പായസത്തിന് കേട്ടോ. പിന്നെ കാരമൽ ചെയ്ത പായസം ഞാനങ്ങനെ കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് പായസം വെക്കണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് കറികളും കൂടെ, കറികളല്ല തൊടുകറികളും കൂടെ ഇന്ന് വെക്കാനുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുകയാണ്. പിന്നെ പച്ചക്കറി വാങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ ഏട്ടൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെച്ച ചോറ് മുഴുവൻ ബാക്കിയായി. ഒരാളും ചോറുണ്ടില്ല, കൊണ്ടും പോയില്ല കേട്ടോ. കുഴപ്പമില്ല, ഇനി വൈകുന്നേരം നമുക്കത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞാൽ കുറച്ച് കുക്കിംഗ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാലൊക്കെ എന്താ പറയുക വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുപ്പിൽ നമ്മൾ ഇഞ്ചിപ്പുളിക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിപ്പുളി അച്ചാറൊക്കെ തലേ ദിവസം തന്നെ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അടപ്പായസത്തിൽ പാലിങ്ങനെ ഒരുപാട് നേരം വേവിച്ചൊക്കെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് രാവിലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം ചെയ്ത് വെക്കുന്നത്. പക്ഷേ തലേ ദിവസം ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ അട ഒന്ന് നോക്കുമ്പോണ്ട് വാങ്ങിയിട്ട് വന്ന അടയ്ക്ക് ഒരു വ്യത്യാസം കേട്ടോ. നോക്കിയപ്പോൾ അത് അടപ്രഥമൻ വെക്കേണ്ട അടയായിരുന്നു, നമ്മുടെ പാലട വെക്കേണ്ട അടയല്ല കേട്ടോ. ഏട്ടനാണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അതിപ്പോൾ നമുക്ക് തൽക്കാലത്തിൽ ആ പായസം ഇപ്പോൾ വെക്കാനും പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ബസ് കയറി പോകേണ്ടി വരും, അല്ലെങ്കിൽ നടന്ന് പോകേണ്ടി വരും. കുറച്ച് ദൂരമുണ്ട് കേട്ടോ അവിടെ പോയി വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ രാവിലെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ അത് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അടപ്പായസം നമുക്ക് രാവിലെ വെക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഏതായാലും വൈകുന്നേരം ഏട്ടൻ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് പാലട വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പാലൊക്കെ വേവിച്ച് കറക്റ്റായി വെച്ചു കേട്ടോ. ഇനി അട കൊണ്ടുവന്ന് നമുക്കത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. ഇതാണ് കേട്ടോ അടപ്രഥമൻ. അപ്പോൾ നമ്മൾ വിസിലൊക്കെ പോയി നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കളറിലിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിവിടെ കളറുണ്ട്, നമ്മുടെ ഫോണിൽ കളറ് കുറച്ച് കമ്മിയായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് നമ്മൾ കാരമൽ ചെയ്തതൊന്നുമല്ല കേട്ടോ, പാലും പഞ്ചസാരയും കൂടെ അടച്ചിട്ട് അങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അട കൊണ്ടുവരുന്ന സമയത്ത് ഇത് ചെയ്യണ്ടല്ലോ, ഡയറക്റ്റായിട്ട് അട വേവിച്ച് ഇതിൽ ചേർത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചക്ക് 1 മണിയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയത് പറഞ്ഞാൽ മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേന്ത്രക്കായ വെച്ചിട്ടുള്ള കാളൻ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിപ്പുളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലും കൂടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം അട വാങ്ങിയിട്ട് വന്നതിന് ശേഷം നമ്മൾ അതുകൂടെ മിക്സ് ചെയ്തിട്ട് പായസം വൈകുന്നേരം റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ രാവിലെ വെച്ചിട്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്